ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആകാശ് വ്ളോഗ്സ്. റഷ്യയിലെത്തിയിട്ട് പെട്ടെന്ന് 2 ദിവസമായത് അറിഞ്ഞേയില്ല. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഒന്നാമത്തെ ദിവസത്തെ വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കണ്ടാലും മതി. വളരെ നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. കുറച്ചൊക്കെ മഴയും കുറേ തണുപ്പുള്ളതെന്ന് ഒഴിച്ചാൽ അടിപൊളിയാണ്. കാണാൻ ഒരുപാടുണ്ട് റഷ്യയിൽ, മോസ്കോയിൽ. ഇന്നലെ ഒരുപാട് പോയി. ബസിൽ കത്തീഡ്രലിൽ പോയി, ലെനിൻ മ്യൂസിയത്തിൽ പോയി. ലെനിൻ സാക്ഷാൽ ലെനിൻ്റെ ശവശരീരം വരെ ഞാൻ കണ്ടു. അത് വീഡിയോ ഷൂട്ട് അലോഡ് അല്ല അകത്തേക്ക്. അതിപ്പോഴും അവർ കെമിക്കലിലൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് 100 വർഷം ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണത് വലിയ കാര്യമാണ്. അത് നേരിട്ട് കാണാൻ പറ്റിയ ഭാഗ്യം എനിക്കുണ്ട്. കാരണം ഞാൻ മഞ്ഞ ഐറ്റ്നറിയം നോക്കുമ്പോൾ ഈ ബോഡി കാണാൻ ലെനിൻ മ്യൂസിയത്തിൽ എന്താന്ന് പോലും സത്യമായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ. ലെനിൻ മ്യൂസിയം പഠിച്ചിട്ടുള്ള ഒരു അറിവും അതൊക്കെ വെച്ച് വന്നതാണ്. പക്ഷെ അകത്ത് ലെനിൻ ജോസഫിന്റെ എന്താ പറയാ ബോഡി ഉണ്ടെന്നൊന്നും ഒരു പിടുത്തമില്ലായിരുന്നു. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ബസിൽ കത്തീഡ്രലിൽ നമ്മുടെ റഷ്യയുടെ ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ എന്താ പറയുക, ഒരു ട്രേഡ് മാർക്കായിട്ട് കാണിക്കുന്ന ഒരു സിമ്പിളാണ് ബസിൽ കത്തീഡ്രൽ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പടം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മറ്റല്ലേ ഇതൊക്കെ പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യുന്ന സംഭവമാണ്. അവിടെ പോകാൻ പറ്റി. അവിടെ നല്ല ഒരു കളർഫുൾ ആയിരുന്നു അവിടെയൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റഷ്യൻ യൂണിവേഴ്സിറ്റി പോയി. എൻ്റെ ഒരു അത് വേറൊരു ടൈപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒന്നില്ലെങ്കിൽ റഷ്യൻ യൂണിവേഴ്സിറ്റി കാണാം, അവിടെ നിന്ന് 2 ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് പോയെങ്കിലും റഷ്യൻ എന്താ പറയുക, ആ യൂണിവേഴ്സിറ്റിയുടെ നേരെ മുമ്പിൽ ഞാൻ അവിടെ പഠിക്കുന്ന പിള്ളേരാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ശരിക്കും ഞാൻ അന്വേഷിച്ചപ്പോൾ +1 പഠിക്കുന്ന പിള്ളേരാണ്, എന്നെക്കാളും ഇളയതാണ്. അവരുടെ ഒരു സ്ട്രീറ്റ് ഡാൻസ് രസമായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് അവരോട് കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. നിങ്ങളിപ്പോൾ കാണുന്ന ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയത് കൊണ്ട് ഇച്ചിരി കൂടെ ഹാപ്പിയാണ്. കാരണം എല്ലാവരും മെമ്മറി ആണല്ലോ. അപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ രാത്രി ഒരു 10 മണിയായപ്പോൾ എത്തി. രാത്രി 10 മണിക്ക് എത്തുമ്പോഴും ഇവിടെ വെളിച്ചമാണ്. കാരണം ഇവിടെ നൈറ്റ് കുറവാണ്. അത് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. ഡേ ആണ് കൂടുതൽ. അപ്പോൾ നേരെ ഇരുട്ടുന്നത് വളരെ ഒരു 4-5 മണിക്കൂറാണ്. വെളുപ്പിനെ 4 മണിക്ക് ഞാൻ, അതായത് എത്തിയ ദിവസം ഫസ്റ്റ് ദിവസം ഇന്നലെ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി അലാറം വെച്ചു 6:50-ന്. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. അലാറം കേൾക്കുമ്പോൾ എഴുന്നേൽക്കാമല്ലോ. അപ്പം അങ്ങനെ വെച്ചിട്ട് ഞാൻ ഉറക്കെ ചെന്ന് നോക്കിയപ്പം വെളുപ്പിന് നല്ല വെളിച്ചം. ഞാനോർത്തു ദൈവമേ വണ്ടിയൊക്കെ പോയി കാണുമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ വെളുപ്പിന് 4:15-ആണ്. അതായത് 4:15-നുള്ള വെളിച്ചമാണ്. എന്നെ ഞെട്ടിച്ച്. ഇപ്പം ഞാൻ വെളിച്ചം കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വെളിച്ചം ഇവിടുത്തെ കൃത്യം പറഞ്ഞ 5:50-ആണ്. വെളുപ്പിന് 5:50-ആണ്. അതാ ഞാൻ പറഞ്ഞത്. ഡേ ഇവിടെ ഡേ കൂടുതലും നൈറ്റ് കുറവാണ്. അതാണ് ഇപ്പൊ വ്യത്യാസം. ഭയങ്കര എന്താണ് യു ടേൺ തിരിച്ച പാറ്റേൺ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. എന്നിരുന്നാലും റഷ്യയിലെ ഒന്നാമത്തെ ദിവസം അടിച്ചു പൊളിച്ചു. നമ്മൾ ഇന്ന് പോകുന്നത് ഡേ 2. റഷ്യയിലെ മോസ്കോയിൽ തന്നെയാണ് ഇന്ന്. 2 ദിവസമാണ് നമ്മൾ മോസ്കോയിൽ, ഞാൻ പറഞ്ഞു. 4 ദിവസം സെന്റ് പീറ്റേഴ്സ്ബർഗിൽ. മോസ്കോയിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലങ്ങൾ വീണ്ടും നമ്മളൊരു മോസ്കോയിൽ മെട്രോ ടൂറിലൂടെ നമ്മൾ മോസ്കോ ഒന്നും കൂടെ കവർ ചെയ്യുന്നു. കവർ ചെയ്ത് നമ്മൾ ഇറങ്ങുന്ന സ്ഥലം കത്തീഡ്രൽ ക്രൈസ്റ്റ് ഓഫ് സേവിയർ. ഇവിടുത്തെ മെയിൻ ഒരു പള്ളിയാണ്. അറിയാം നമുക്ക്, റഷ്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി കൂടുതലുള്ള സ്ഥലമാണ്. അതിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ട്രേഡ് ആയിട്ടുള്ള ഒരു ചർച്ചിൽ നമ്മൾ പോകുന്നുണ്ട്. നല്ല അടിപൊളി ചർച്ചാണ്. ഒരു റിവറിന്റെ ഒക്കെ ഏരിയയിൽ ഞാൻ ഫോട്ടോ നോക്കി, നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മോസ്കോ സ്റ്റാച്യു യൂണിവേഴ്സിറ്റിയിൽ പോകുന്നുണ്ട് നമ്മൾ. അത് കഴിഞ്ഞിട്ട് വിക്ടറി പാർക്ക്, സെക്കൻഡ് വേൾഡ് വാർ മ്യൂസിയം, സെക്കൻഡ് വേൾഡ് വാറിന്റെ മ്യൂസിയം എന്താ പറയുക ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന വിക്ടറി പാർക്ക് നമ്മൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്പാരോ ഹിൽസ്, അബ്രാ സീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഷോപ്പിങ്ങിനായി നമ്മൾ മോസ്കോ ഇന്നലെ ഇന്നും കൊണ്ട് നമ്മൾ ടോട്ടൽ കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ നാളെ സെന്റ് പീറ്റേഴ്സ്ബർഗ്. സോ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നല്ലൊരു ദിവസം ഷുവറാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ചർച്ചിന്റെ വിഷ്വലൊക്കെ നല്ല ബ്യൂട്ടിയാണെന്ന് ഞാൻ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളെ ഭംഗിയായിട്ട് എടുക്കാന്നുള്ള വിശ്വാസം കൊണ്ട് അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് റഷ്യൻ വ്ളോഗ് ഡേ 2. ഡേ 1 നമ്മൾ താമസിച്ച വേഗ ഹോട്ടലിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഡേ 2 താമസിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങുവാണ്. സെയിം ടൈപ്പ് ഓഫ് മെനു തന്നെയാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഇച്ചിരി കൂടുതലുണ്ടെന്ന് പറയാം. കാരണം ഇങ്ങേ അറ്റത്തുനിന്ന് ബോയിൽഡ് എഗ്ഗ് തൊട്ട് കോക്കനട്ട് മിൽക്ക്, ഹണി വരെ, ഹണി അതിൻ്റെ സ്ട്രക്ചറോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഹണി എടുക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു സെറ്റ് കണ്ടു. വെറൈറ്റി ടൈപ്പ് ഓഫ് ജ്യൂസസ്, ബ്രെഡ്സ്, ഓംലെറ്റ്, അങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഒഫീഷ്യൽ നെയിം പറയാതെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. പല ടൈപ്പ് ഓഫ് വെറൈറ്റി ഫുഡ്സിൻ്റെ ഒരു ബൾക്കായിരുന്നു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും സ്പെഷ്യലാണ് ഇതുപോലത്തുള്ള ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ. തലേ ദിവസത്തെ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞ്, അതായത് റെഡ് സ്ക്വയർ ആയാലും ലെനിൻ മ്യൂസിയത്തിലെ ലെനിൻ സ്റ്റാച്ചു ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ എത്തി. ഇവിടെ സ്റ്റേ ഓവറൊക്കെ നല്ല ഭംഗിയായിരുന്നു. കൂടാതെ രാവിലെ നമ്മൾ ഒന്ന് ഫിറ്റ്നസ് ജിമ്മിലും പോയി. അതിൻ്റെ വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം വീഡിയോ അലോഡ് അല്ലായിരുന്നു അതിൻ്റെ അകത്ത്. എന്തുകൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ രാത്രി തൊട്ട് ഈ നിമിഷം വരെ ഈ വേഗ ഹോട്ടലിൽ നമുക്കുള്ളത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് എത്തി. ഹാൻഡ് ലഗേജ് മാത്രമേ നമ്മൾ കൈക്കരുന്നുള്ളൂ. പാസ്പോർട്ട് മസ്റ്റായിട്ട് വേണം, കാരണം ചില ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പാസ്പോർട്ട് ചോദിക്കും അവർ. അതായത് മോസ്കോ എന്നുള്ള നഗരം ആരംഭിച്ച് ആക്ച്വലി ഇവിടെ
മംഗോളിയൻസ് ആയിരുന്നു, ചെങ്കിസ് ഖാന്റെ ഒക്കെയുള്ള മംഗോളിയക്കാരായിരുന്നു ഇവിടെ ആദ്യകാലത്ത് ഭരിച്ചിരുന്നത്. അവരെ തോൽപ്പിച്ചിട്ടാണ് പിന്നെ അലക്സാണ്ടർ മോസ്കോ കേന്ദ്രമാക്കിയിട്ട് ഒരു രാജഭരണം ആരംഭിക്കുന്നത്. അത് ആരംഭിച്ചത് ഈ ക്രെംലിൻ ഫോർട്ടിന്റെ അകത്താണ്. അതിനകത്താണ് സാർ ചക്രവർത്തിമാരുടെ ആദ്യത്തെ അവരാരംഭിച്ചുണ്ടായ കൊട്ടാരങ്ങള്, അവരുടെ കത്തീഡ്രലുകള്, അങ്ങനെ ആ ഫോർട്ടിനാണ് ക്രെംലിൻ എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് ഉണ്ടായ സാർ ചക്രവർത്തി പീറ്റർ ദ ഗ്രേറ്റ് ഇതിനെ മോസ്കോയിൽ നിന്നും സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് തലസ്ഥാനം മാറ്റുകയുണ്ടായി. അപ്പം 1917 ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ രൂപീകരിച്ചപ്പോഴാണ് വീണ്ടും അഗെയിൻ തലസ്ഥാനം സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് മോസ്കോയിലേക്ക് തന്നെ മാറ്റുന്നത്. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ മോസ്കോ ഭരിച്ച അല്ലെങ്കിൽ റഷ്യ ഭരിച്ച സോവിയറ്റ് യൂണിയൻ ഭരിച്ച എല്ലാ ഭരണാധികാരികളും അവരുടെ ഭരണം നിർവഹിച്ച, അവര് ഈ നാട് ഭരിച്ച ഒരു സ്ഥലമാണ് ഈ ക്രെംലിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പോകുന്ന സ്ഥലത്ത് നിന്നാണ് സ്റ്റാലിനും ബ്രഷ്നേവും ക്രൂസ്ചേവും ഗോർബച്ചേവും അങ്ങനെ പേര് കേട്ട സോവിയറ്റ് ഭരണാധികാരികളും ഇപ്പോഴുള്ള പുടിനും ഈ നാട് ഭരിക്കുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ഹൈലി ഒഫീഷ്യൽ ഏരിയ ആണ്, ഹൈലി സെക്യൂരിറ്റി ഉള്ള ഒരു ഏരിയയിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സെക്യൂരിറ്റി അവിടെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ടൂർ ഗൈഡ് ഷിനിലേട്ടൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പോകുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്രെംലിൻ പാലസിലേക്കാണ്. ക്രെംലിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കോട്ട മതിൽ എന്നൊക്കെ അർത്ഥം വരും. റഷ്യ വന്നിട്ട് നമ്മൾ മോസ്കോയിലെത്തിയാൽ മോസ്കോയുടെ ഹൃദയഭാഗം എന്ന് തന്നെ പറയാം ഈ ക്രെംലിൻ പാലസ്. ഈ ക്രെംലിൻ പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഇന്നലെ പോയ റെഡ് സ്ക്വയർ. അപ്പം ഒരു ടൂറിസ്റ്റ് വന്നാൽ റെഡ് സ്ക്വയറും ക്രെംലിൻ പാലസും ഇത് വിസിറ്റ് ചെയ്യാതെ ഒരിക്കലും പോകാതിരിക്കില്ല. കാരണം അതാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ. 15-ാം നൂറ്റാണ്ടിലാണ് ഈ ക്രെംലിൻ പാലസ് പണി കഴിപ്പിക്കുന്നത്. അതായത് ഏകദേശം ഒരു 600 വർഷത്തോളം പഴക്കമുണ്ട് നമ്മളിപ്പോൾ കാണുന്ന പാലസിന്. പക്ഷേ ഇപ്പോൾ ഈ ക്രെംലിൻ പാലസ് എന്തിനാണ് യൂസ് ചെയ്തതെന്ന് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ടൂർ ഗൈഡ് ഷിനിലേട്ടൻ പറഞ്ഞു തരും. ഇപ്പോൾ ക്രെംലിൻ പാലസ് നിലവിൽ എന്താണ് ആരും താമസിക്കുന്നില്ല. പുടിനൊക്കെ പുറത്താണ് താമസിക്കുന്നത്. പക്ഷെ സ്റ്റാലിൻ വരെ 54 സ്റ്റാലിൻ വരെ ഇവിടുത്തെ പ്രസിഡന്റുമാരെ താമസിച്ചത് ഈ പാലസിലാണ്. സ്റ്റാലിന് ശേഷം വന്ന ക്രൂസ്ചേവ് നമ്മുടെ മോസ്കോ യൂണിവേഴ്സിറ്റിന്റെ തൊട്ടടുത്ത് പ്രത്യേക ഒരു വലിയ വിശാലമായ ഏരിയ ഉണ്ടാക്കി അങ്ങോട്ടേക്ക് താമസം മാറി. അതിനുശേഷമുള്ള എല്ലാ പ്രസിഡന്റുമാരും അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് ഇവിടെ ആരും താമസിച്ചില്ല. പക്ഷെ നിലവിൽ ഇപ്പം വിദേശത്ത് വരുന്ന നമ്മൾ പ്രസിഡന്റുമാരെ, ഇന്ത്യയിലെ പ്രധാനമന്ത്രി, മോഡിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഒഫീഷ്യലി താമസിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇതാണ് ക്രെംലിൻ പാലസ് എന്ന് പറയുന്നത്. അതെ, ഇപ്പോഴത്തെ പ്രസിഡന്റായ പുടിന് തൊട്ടു മുമ്പ് വരെയുള്ള റഷ്യൻ പ്രസിഡന്റുമാർ ഔദ്യോഗിക വസതിയായിട്ട് കൺസിഡർ ചെയ്ത സ്ഥലമാണ് ഈ ക്രെംലിൻ പാലസ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷയുള്ള സർക്കാർ കേന്ദ്രങ്ങളിൽ ഒന്നായി ഇത് അറിയപ്പെടുന്നുണ്ട്. അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി നടന്നു പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബെൽ മണിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ദൂരെ നിന്ന് ഇപ്പോൾ കാണാം. സാർ ബെൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഏതാണ്ട് 6 മീറ്ററിന് മുകളിൽ നീളവും 200 ടൺ ഭാരമുണ്ട് ഈ കാണുന്ന ബെല്ലിന്. 1733-35 എന്നീ 2 വർഷ കാലയളവിലാണ് ഈ ബെൽ പണി കഴിപ്പിച്ചത്. അങ്ങനെ മോസ്കോയിലുള്ള ക്രെംലിൻ പാലസിൻ്റെ ഏകദേശ രൂപം നിങ്ങളെ ചുരുക്കി എനിക്ക് കാണിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പോകുന്നത് റഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് പള്ളിയായ ചർച്ചായ കത്തീഡ്രൽ ഓഫ് ക്രൈസ്റ്റ് സേവിയർ എന്ന ചർച്ചിലേക്കാണ്. അത്ര വലിയ പള്ളി എന്ന് പറയാൻ കാരണം ഏകദേശം 103 മീറ്ററോളം ഉയരമുണ്ട് ഈ പള്ളിക്ക്. 1812 നെപ്പോളിയനെതിരെ റഷ്യ നേടിയ വിജയത്തിന്റെ ഒരു സ്മരണയായിട്ട്, ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ കത്തീഡ്രൽ ആദ്യം പണിയാൻ തീരുമാനിച്ചത്. വർഷങ്ങളോളം ഏതാണ്ട് ഒരു 60-65 വർഷത്തെ പണി കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത്. എന്നാൽ 1931 സോവിയറ്റ് യൂണിയൻ റഷ്യ അടക്കി ഭരിച്ചൊരു കാലത്ത് ഈ പള്ളി പൊളിച്ച് നീക്കപ്പെടാൻ ഒരു നിർദ്ദേശം ഉണ്ടായി. പിന്നീട് ഒരുപാട് വർഷക്കാലം ഈ സ്ഥലത്ത് വേറെ പല കാര്യങ്ങൾക്കുമായിരുന്നു അന്നത്തെ ഭരണകൂടം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് എല്ലാവർക്കും അറിയാവുന്ന പോലെ 80കളുടെ അവസാനമായപ്പോൾ സോവിയറ്റ് യൂണിയന്റെ ഭരണം തകർന്നടിഞ്ഞിരുന്നു റഷ്യയിൽ. അതിനുശേഷം വന്ന ഭരണാധികാരി 1990-ന്റെ തുടക്ക കാലഘട്ടത്തിൽ ഈ കത്തീഡ്രൽ വീണ്ടും പുനർനിർമ്മിക്കാൻ ഉത്തരവിട്ടു. പിന്നീട് നീണ്ട 10 വർഷത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം 2000-ന്റെ തുടക്കത്തോടെയാണ് ഈ കത്തീഡ്രലിന്റെ പണികൾ പൂർത്തീകരിച്ചത്. ആദ്യം പണി കഴിപ്പിച്ചിട്ട് വീണ്ടും പൊളിക്കുക, വീണ്ടും പണിയുക, ഇതിലെല്ലാം കൂടെ ചുരുക്കി എനിക്കിപ്പോൾ ഒരു കോട്ടിംഗ് ആണ് ഓർമ്മ വരുന്നത്. അതായത് ചരിത്രങ്ങളെ എത്ര തകർത്താലും വിശ്വാസങ്ങളെ തകർക്കാൻ പറ്റില്ല എന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ കത്തീഡ്രൽ ഓഫ് ക്രൈസ്റ്റ് സേവിയറിനെ നമുക്ക് ഉദാഹരണമായിട്ട് സ്ഥാപിക്കാം. കത്തീഡ്രലിൻ്റെ തെക്കേ വശത്ത് നിന്ന് നമ്മൾ നടന്ന് വടക്കേ വശത്തെത്തുമ്പോൾ നേരെ മുമ്പിലായിട്ട് മോസ്കോ നദി കാണാം. എന്നെപ്പോലെ റഷ്യയുടെ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇത് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്ന പോലെ തന്നെ റഷ്യക്കാർക്കും ഇത് വളരെ ഇഷ്ടമുള്ളൊരു, അവരുടെ ഇഷ്ടപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി അല്ലെങ്കിൽ ഒരു ആരാധന ദേവാലയമായി
കാണുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ കത്തീഡ്രൽ ഓഫ് ക്രൈസ്റ്റ് സേവിയർ. അതിനുശേഷം ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അർബാസ് സ്ട്രീറ്റിനടുത്തുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ നമ്മളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് മൊത്തം നമ്മൾ ജസ്റ്റ് ആവശ്യത്തിനുള്ള ഷോപ്പിങ്ങിന് വേണ്ടി ഒരു മാളിൽ കയറി. വലുതായിട്ട് നമുക്ക് മേടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു വിശപ്പുള്ളതുകൊണ്ട് നമ്മളൊരു ക്വാർട്ടർ പീസ് ചിക്കൻ മേടിച്ച് കഴിച്ചതിന് ശേഷം ആ മാള് മൊത്തത്തിലൊന്ന് കണ്ടു. കുറേ ഉണ്ട്. നമ്മൾ റഷ്യ എന്ന് പറഞ്ഞാൽ തന്നെ വോഡ്കകളുടെ ഒരു കേന്ദ്രമാണ്, അറിയാമല്ലോ. അപ്പോൾ വോഡ്കയൊക്കെ അവിടെ ഓപ്പണായിട്ട് സെല് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഞാൻ കണ്ട വേറൊരു കാഴ്ച, ഒരു ഓട്ടോമാറ്റിക് മെഷീൻ, ഒരു AI മെഷീൻ എന്നൊക്കെ ഇവിടെ പറയാം. കിൻഡർ ജോയ് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു വിഷ്വൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുവാണ്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഇച്ചിരി എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയത്. ഒരു പൂച്ചക്കുട്ടി എങ്ങനെ വേണോ അതുപോലെയാണ് ഈ സാധനം ഇങ്ങനെ പോകുന്നത്. അത് ഞാൻ വേറെ എവിടെയും കണ്ടില്ല, ചൈനയിൽ പോയപ്പോഴും കണ്ടിട്ടില്ല, ജപ്പാനിലൊന്നും. എന്നാൽ അവിടെയാണ് കാണേണ്ടതാനും. അത് ഞാൻ അവിടെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ഈ സംഭവം. ഇവിടെ ഇങ്ങനെ പോണ കണ്ടപ്പം എനിക്ക് വേറെ മേടിക്കാമെന്നില്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ ഇങ്ങനെ ചാടി കളിക്കലായിരുന്നു എൻ്റെ ആ സമയത്തുള്ളൊരു എൻ്റർടൈൻമെൻറ്റ്. അറൗണ്ട് ഒരു 1 ഹവറോളം മാളിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് ബസ്സിലേക്ക് കയറി. മോസ്കോ ഏകദേശം നമ്മൾ കവർ ചെയ്തെന്ന് പറയാം. കാരണം ലെനിൻ മ്യൂസോളി ആയാലും റെഡ് സ്ക്വയർ ആയാലും ക്രെംലിൻ പാലസ് ആയാലും കത്തീഡ്രൽ ഓഫ് ക്രൈസ്റ്റ് സേവിയർ ആയാലും 4-5-6ഓളം ടൂറിസ്റ്റ് സ്പോട്ട് നമ്മൾ മോസ്കോയിൽ കവർ ചെയ്തു. മോസ്കോയുടെ നമ്മൾ വിട പറയുകയാണെന്ന് പറയാം, എന്നാൽ അങ്ങനെ പറയാതിരിക്കാം. കാരണം നമ്മളിപ്പോൾ ഇനി അടുത്ത് പോകുന്നത് റഷ്യയുടെ തന്നെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയാവുന്ന സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്കാണ്. അവിടേക്ക് പോയിട്ട് നമ്മൾ തിരിച്ച് മോസ്കോയിൽ തന്നെ തിരിച്ചെത്തും. അതാണ് വിട പറയുകയാണെന്ന് പറഞ്ഞാൽ അല്ല, പോയിട്ട് തിരിച്ച് വരും. നമ്മൾ ഇനിയും ഉണ്ട് ഇവിടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോകാൻ വേണ്ടി മോസ്കോയിലുള്ള ലെനിൻഗ്രാഡ്സ്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോസ്കോയിൽ നിന്ന് അതിവേഗ ട്രെയിൻ എന്ന് പറയാം, അതായത് അറൗണ്ട് ഒരു പെർ അവർ 300 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന സബ്സാൻ ട്രെയിൻ എന്നൊരു ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലത്തെ ഒരു ബുള്ളറ്റ് ട്രെയിൻ, ഇത് ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇതിനേക്കാളും സ്പീഡുള്ള ഒരു ബുള്ളറ്റ് ട്രെയിൻ നമ്മൾ പോയിട്ടുണ്ട്. ആ വ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ ചൈനയിൽ പോയപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ ബുള്ളറ്റ് ട്രെയിനിലാണ് കവർ ചെയ്തത്. ചൈനയിൽ നിന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് പോയത് ഒരു ബുള്ളറ്റ് ട്രെയിനിലായിരുന്നു. അത് പെർ അവർ 450 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു അതിൻ്റെ സ്പീഡ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ മോസ്കോയിൽ നിന്നും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോകുന്ന സബ്സാൻ ട്രെയിൻ. ഇവിടുത്തെ യാത്രക്കാരായാലും പുറമേ നിന്നുള്ള ടൂറിസ്റ്റുകളായാലും വിമാനത്തിന് പുറമെ ഇതുപോലുള്ള അടുത്ത പട്ടണത്തിലേക്ക് പോകണമെങ്കിൽ അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഇതുപോലുള്ള ഹൈ സ്പീഡ് ട്രെയിനുകളാണ്. ഈ ട്രെയിന് സബ്സാൻ എന്ന പേര് വരാൻ കാരണം പെരിഗിൻ ഫാൽക്കൺ എന്ന് പറഞ്ഞ ഹൈ സ്പീഡിൽ പോകുന്ന ഒരു ബേർഡുണ്ട്, പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ വേഗതയെ സമാനമാക്കി, അല്ലെങ്കിൽ ആ പക്ഷിയുടെ ഒരു ഓർമ്മയ്ക്കായോ അതിൻ്റെ വേഗതയെ സമാനമായ ഓർമ്മയ്ക്കാക്കിയോ ആണ് അവർ സബ്സാൻ എന്നൊരു പേരിട്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ പഞ്ച്വാലിറ്റി, നമ്മൾ നേരത്തെ ജപ്പാനിൽ പോയ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പഞ്ച്വാലിറ്റി ആയാലും ഇപ്പോൾ ഈ സബ്സാൻ ട്രെയിനിൻ്റെ എല്ലാ ട്രെയിനും, അത്യാവശ്യം ചൈനയിലുള്ള ബുള്ളറ്റ് ട്രെയിനിൻ്റെ പഞ്ച്വാലിറ്റി ആണെങ്കിലും നമ്മളിപ്പോൾ കയറുന്ന സമയം 7:35 ഉദാഹരണത്തിന് 7:35 ട്രെയിൻ പുറപ്പെടുമെന്ന് പറഞ്ഞാൽ 7:35 ഡോർ ക്ലോസ് ചെയ്യും. പിന്നീട് അവിടുന്ന് എടുത്തില്ലെങ്കിൽ 1 മിനിറ്റ് താമസിച്ചാൽ പോലും ഡോർ ക്ലോസ്ഡ് ആണ്. പിന്നീട് നമ്മൾ കയറാൻ എത്ര ശ്രമിച്ചാലും നടക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിനനുസരിച്ചുള്ള പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്തില്ലെങ്കിൽ അത് വേറെ തരത്തിൽ പ്രശ്നമാകും. കാരണം അടുത്ത ട്രെയിൻ പിടിക്കുകയോ എന്താ പറയുക, ഒരു ക്യാൻസലേഷൻ പോലും അവൈലബിൾ അല്ലാത്തൊരു സിസ്റ്റത്തിലാണ്. അങ്ങനെ യാത്ര പുറപ്പെട്ട് ഏകദേശം 1 മണിക്കൂർ കവർ ചെയ്തു. മോസ്കോയിലുള്ള രാത്രി 8:15 നൈറ്റ് ലൈറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത്രയ്ക്കും ഒരു ഡേ ലൈറ്റിന് സമാനമായിട്ടുള്ളൊരു ലൈറ്റാണ് പുറമെ. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നൈറ്റ് കുറവും ഡേ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചം രാത്രി ആയാലും വെളിച്ചം അത്ര പെട്ടെന്നൊന്നും പോകില്ല. നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും ഒരേ കോച്ചിൽ തന്നെയാണ്. കൂടാതെ റഷ്യക്കാരായാലും പുറമേ നിന്നുള്ള ടൂറിസ്റ്റുകളായാലും എല്ലാവരും കൂടെയുള്ളൊരു മിക്സഡ് അപ്പ് ആയിട്ടുള്ളൊരു കോച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെത്തി. ഞാൻ പറഞ്ഞായിരുന്നു മോസ്കോയിലെ ക്ലൈമറ്റ് നമുക്ക് അത്ര പറ്റാത്തതായിരുന്നു. 5 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അതിനേക്കാളും തണുപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ ഇനി നേരെ ചെല്ലുക, റെസ്റ്റ് എടുക്കുക മാത്രമാണ്. നാളെ തൊട്ടാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ യാത്രകൾ. നല്ല ഒരുപാട് കാഴ്ചകൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലുണ്ട്. അതൊക്കെ അടുത്ത വ്ളോഗിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു.